السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ റമളാൻ അത് അവസാനത്തെ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, എങ്ങനെയാണ് റമളാനിൻ്റെ വിടവാങ്ങലിൽ ഒരു മുഅ്മിന് സങ്കടപ്പെടാതിരിക്കാൻ സാധിക്കുക? എന്താണ് അതിനുള്ള കാരണം? റമളാനുകൾ ഇനിയും വരും, അതിൽ യാതൊരു സംശയമില്ല. റമളാനുകൾ ധാരാളമായി ഇനിയും വരും. പക്ഷേ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ റമളാൻ മാസത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ വളരെ ഊർജത്തോടുകൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം വളരെ മനോഹരമായ ഒരു ഉപമ. അഥവാ ഒരു കുതിര, അത് ആ കുതിരപ്പന്തയത്തിൽ അതിൻ്റെ അവസാനത്തെ സമയത്ത്, അഥവാ ആ മത്സരം തുടങ്ങിയ ഉടനെ എന്തായിരിക്കും ആ കുതിരയുടെ അവസ്ഥ? വളരെ സാവകാശം, ആ രൂപത്തിലായിരിക്കും അത് പെരുമാറുക ആ മത്സരത്തിൽ. എന്നാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനം അത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സർവ്വ ഊർജവും പുറത്തേക്ക് എടുത്തുകൊണ്ട് അതെന്ത് ചെയ്യും? ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്നാമതെത്താൻ അത് പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവിടുന്ന് തുടർന്ന് പറഞ്ഞതായി കാണാം, ഒരു കുതിര, നാൽക്കാലിയായ ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിയുള്ള ഒരവസ്ഥയിലാകാതിരിക്കട്ടെ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നമ്മളും അതുപോലെ ഇതുപോലുള്ള നന്മകൾ വാരിക്കൂട്ടാൻ പറ്റുന്ന ഈ സീസണുകളിൽ ഈ രൂപത്തിൽ പെരുമാറുക റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ റബ്ബുൽ ആലമീനായ അല്ലാഹ് നമ്മളോട് പറയുകയാണ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുന്നു, വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെടണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനം ജീവിച്ചു മരിക്കുന്നയാളിനെ വരെ ഒരുമിച്ച് കൂട്ടും. തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടക്കപ്പെടും എന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ്. ആ ദിവസത്തിൻ്റെ ഭയാനകത എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു തൻ്റെ മറ്റൊരായത്തിൽ പറയുന്നതായി കാണാം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടണം. എന്താണ് റബ്ബിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇതിനെയാണ് അള്ളാഹുവെ ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ലശൈഉൻ അദീം. അള്ളാഹു പറയുന്നു, തീർച്ചയായും ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത അല്ലെങ്കിൽ പ്രകമ്പനം അത് വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. എത്രത്തോളം? ഒരു മുല കുടിക്കുന്ന കുട്ടിയെപ്പറ്റി സ്വന്തം മാതാവ് അശ്രദ്ധയിലായി പോകും. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു പ്രയോഗമാണത്. സ്വന്തം കുട്ടിയെപ്പറ്റി ഒരു മാതാവ് അശ്രദ്ധയിലായി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിൽ പല ആളുകൾക്കും മക്കളുള്ള ആളുകളാണ്. ഒരു മുല കുടിക്കുന്ന കുട്ടിയെ എത്ര ശ്രദ്ധാപൂർവമാണ് തൻ്റെ മാതാവ് അവിടുന്ന് ചെലവഴിക്കുക, അവരോടുള്ള സമയം എന്നുള്ളത് നമുക്കറിയുന്നതാണ്, പറയേണ്ടതില്ല. അത്രയും സൂക്ഷ്മതയിൽ, സ്വന്തത്തിന് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ മകന് ഒരു മുള്ള് തറക്കുന്നത് പോലും പ്രയാസമുള്ളവരാണ് മാതാപിതാക്കൾ. പക്ഷേ ഖിയാമത്ത് നാളിൽ എന്താണ് അവസ്ഥ? അവരെ പറ്റി അശ്രദ്ധയിലായി പോകും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഇനി ഗർഭിണിയായ സ്ത്രീകൾ ആ ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനം കൊണ്ട് എന്തായി പോകും? പ്രസവിച്ചു പോകും. വതറന്നാസ സുകാറ, ജനങ്ങളെ മത്ത് പിടിച്ചവരായ നിലയിൽ നിനക്ക് കാണാൻ സാധിക്കും. വമാഹും ബി സുകാറ, പക്ഷേ
അവർ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല അവർ ലഹരി ബാധിച്ചവരെ പോലെയുള്ളത്, മറിച്ച് അള്ളാഹുവിൻ്റെ ആ ഭയാനകമായ ശിക്ഷ ഖിയാമത്ത് നാൾ അതുകൊണ്ടാണ് എന്ന് റബ്ബ് നമ്മളെ അറിയിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ധാരാളക്കണക്കിന് ആയത്തുകൾ നമുക്ക് ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കുക തന്നെ ചെയ്യും. എന്താണ് പ്രിയപ്പെട്ടവർ അത് പറഞ്ഞു കഴിഞ്ഞാൽ? റബ്ബ് നമ്മളോട് സംസാരിക്കും. എന്തൊക്കെയാണ് സംസാരിക്കുക? മറ്റൊരു ഹദീസിൽ വന്നതുപോലെ ഒരടിമക്ക് അവൻ്റെ വലതുകാൽ അല്ലെങ്കിൽ അവൻ്റെ കാല് മുന്നോട്ടേക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടല്ലാതെ. വല്ലാത്തൊരു ഹദീസുകളാണ് ഇതൊക്കെ. നമ്മളുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ഹദീസാണ്. ചില ചോദ്യങ്ങൾ റബ്ബ് ചോദിക്കും, അതിനുത്തരം കൊടുത്താൽ അല്ലാതെ നമ്മുടെ കാല് നമ്മുടെ മുന്നോട്ടേക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. നീ എവിടുന്ന് സമ്പാദിച്ചു? നീ എവിടെ ആ സമ്പത്ത് ചെലവാക്കി? അതുപോലെ തന്നെ നിൻ്റെ ആയുസ് നീ എന്തിലാണ് തുലച്ചു കളഞ്ഞത്? നിൻ്റെ യുവത്വം നീ എന്തിലാണ് കഴിച്ചു കൂട്ടിയത്? എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ റബ്ബ് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയവുമില്ല. തമാശക്ക് പോലും കളവ് പറയാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. ആ സംസാരിക്കുന്ന വേളയിൽ നമുക്കും റബ്ബിനുമിടയിൽ ഒരു പരിഭാഷകനോ അതുപോലെയുള്ള ഒരാളോ ഇല്ലാതെ നേർക്ക് നേർ റബ്ബിനോട് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മന്നൂഖിഷ ഉദ്ദിബ്. ആ ദിവസം ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല കീറി മുറിച്ചുകൊണ്ട് വിചാരണ ചെയ്യുന്നത്, ഇന്ന സമയത്ത് നീ ഇന്നത് ചെയ്തു, ഇന്ന നേരത്ത് നീ ഇന്നത് ചെയ്തു എന്ന രൂപത്തിൽ കീറി മുറിച്ചുകൊണ്ട് ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നത്, ഉദ്ദിബ്, അവൻ ശിക്ഷിക്കപ്പെടും. ഇതൊക്കെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഇത്രയും ഭയാനകമായതാണ് എങ്കിൽ എങ്ങനെ നമുക്ക് ഈ സമയം രക്ഷപ്പെടാൻ സാധിക്കും? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ അവസാന സമയം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അഥവാ ജീവിതത്തിലെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ദേഹവും അവർ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, മരിക്കുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഏത് നിരീശ്വരവാദി ആയിക്കോട്ടെ, ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, മതമില്ലാത്തവനായിക്കോട്ടെ, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്, ആരാണോ ഇവിടെ മനുഷ്യനായി അല്ല, ആരൊക്കെ ഇവിടെ ജീവജാലങ്ങളിൽപ്പെട്ട ആളുകളുമുണ്ടോ അവരെല്ലാം ജനിച്ചിട്ടുണ്ടോ മരിക്കും എന്ന കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണത്. ഒരാളും പറയുന്നില്ല ഞാൻ മരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് മരണമില്ല എന്ന് പറയുന്ന ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പറഞ്ഞു വന്നത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടമാകും. ഏത് കാര്യങ്ങൾ നമ്മൾ ദുനിയാവിൽ നേടിയെടുത്തോ അതെല്ലാം നമ്മിൽ നിന്ന് നഷ്ടമാകും. നമ്മുടെ ഭാര്യ, നമ്മൾ വളരെ കാരുണ്യത്തോടു കൂടി ചെലവഴിച്ച നമ്മുടെ ആ സമയം, നമ്മുടെ ഭാര്യമാരോടുള്ള ആ സമയം, അതൊക്കെ ഇല്ലാതാകും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മൾ ഒരുമിച്ച് കളിച്ചിരുന്ന നമ്മുടെ കൺകുളിർമയായ മക്കൾ, അവരും നമ്മിൽ നിന്നില്ലാതെയാകും. നേടിയെടുത്ത സ്ഥാനങ്ങൾ പലതും മത്സരിച്ച് അതുപോലെ തന്നെ വിട്ടുകൊടുക്കാതെ നേടിയെടുത്ത സ്ഥാനവും അതില്ലാതെയാകും. നീ സ്വരുക്കൂട്ടി വെച്ച സമ്പത്തും അതും നമ്മിൽ നിന്നില്ലാതെയാകും. അള്ളാഹു പറഞ്ഞതുപോലെ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നശിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനൊഴികെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയം, നമ്മുടെ മരണസമയത്ത് നമുക്ക് ഉപകാരപ്പെടുക നമ്മൾ സൽപ്രവൃത്തിയായി ചെയ്തു വെച്ച കാര്യം എന്തുണ്ടോ അത് മാത്രമാണ്. ബാക്കിയുള്ള ഒരു കാര്യവും നമുക്ക് ഉപകാരപ്പെടില്ല. നിൻ്റെ തറവാട് മഹിമ നിനക്ക് ഉപകാരപ്പെടുകയില്ല. അതല്ല എങ്കിൽ നിൻ്റെ സമ്പത്ത് അത് നിനക്ക് ഉപകാരപ്പെടുകയില്ല. നീ ഏത് വലിയ രാജാവായിക്കോട്ടെ, നിനക്ക് നിൻ്റെ ആ സ്ഥാനം ഉപയോഗപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയായി പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹു ഭൂമിയെ, ഈ കാണുന്ന വിസ്തൃതിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ മുഴുവനായി സഞ്ചരിച്ചത് നമുക്കറിയാമോ? ഒരാളുമില്ല. ഈ ഭൂമിയിൽ തന്നെ എല്ലാവരുടെയും എത്തിപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത്രയും വിശാലമാണ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഭൂമിയെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും! അള്ളാഹു ആ ഭൂമിയെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കും. എന്താണത്? അനൽ മലിക്, ഞാനാണ് സർവാധിരാജൻ,
ഐന മുലൂക്കുൽ അർള്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ എന്നൊരു ചോദ്യം. വ അനൽ ജബ്ബാർ, ഞാനാണ് ജബ്ബാർ. ഐന ജബ്ബാറുൽ ദുനിയ ഔ കമാ ഖാൽ, ദുനിയാവിലെ അഹങ്കാരികളെവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അഥവാ അവരുടെ സ്ഥാനങ്ങളോ ഒരു കാര്യമോ അവർ ഉപകാരപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. ഓരോ ആളുകൾക്കും മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താണ്? റബ്ബി ഇർജിഊൻ, റബ്ബേ ദുനിയാവിലേക്ക് എന്നെ മടക്കി അയക്കണമേ. എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞു, അഥവാ ഇനി എനിക്ക് രക്ഷ ഇന്ന കാര്യം ചെയ്താൽ മാത്രമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് താണുകയാണ് ചോദിക്കുക. തൊട്ടുടനെ പറയുന്ന കാര്യം എന്താണ്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചതായ ധാരാളം സൽപ്രവർത്തികളുണ്ട് റബ്ബേ, എനിക്കത് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് ഖിയാമത്ത് നാളിൽ നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ തറവാട് മഹിമയോ അതുപോലുള്ള കാര്യമാണ് ഉപകാരപ്പെടുക എങ്കിൽ അവിടെ എന്തു പറഞ്ഞേനെ? റബ്ബേ എനിക്ക് ദുനിയാവിലേക്ക് മടങ്ങിപ്പോയി സമ്പത്ത് ധാരാളമായി ഉണ്ടാക്കണം എന്ന് ചോദിച്ചേനെ. അതല്ല എങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അഥവാ ദുനിയാവിലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ, സമ്പത്ത് സ്വരുക്കൂട്ടിയൊക്കെ ഇങ്ങനെ ചോദിച്ചേനെ. പക്ഷേ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എന്താണത്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, നമ്മളിപ്പോൾ ഉപേക്ഷ വരുത്തുന്നതായ സൽപ്രവൃത്തി ചെയ്യാൻ റബ്ബേ എന്ന് പറഞ്ഞ് താണ് കേണുകൊണ്ട് ചോദിക്കും. ആ സമയത്ത് അങ്ങനെ ചോദിച്ചത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? എന്താണ് അള്ളാഹു പറയുന്നത്? കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് വ്രതാ പറയുന്ന വാക്കാണ്. നമുക്ക് റബ്ബ് എന്ത് തന്നിട്ടുണ്ട്? ആയുസ് തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, അവലം നുഅമ്മിരുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ അത്രയും സമയം ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ, അത്രയും ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ എന്ന് റബ്ബ് ചോദിക്കും. വജാഅകുമുൻ നദീർ, ആയുസ് മാത്രം തന്നതല്ല, നിങ്ങൾക്ക് താക്കീതുകാരനും വന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. നബിമാർ വന്നില്ലേ? മറ്റൊരു തഫ്സീറിൽ വന്നതുപോലെ നര, നമുക്ക് ബാധിക്കുന്ന നര, അതൊരു താക്കീതുകാരനാണ്. ഇബ്നു അബ്ബാസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വിശദീകരിച്ചതുപോലെ ഒരാൾക്ക് നര വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ഒന്നാമത്തെ താക്കീതുകാരൻ അതാണ്, നിനക്കുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ധാരാളം താക്കീതുകാരൻ, ഇതാ നമ്മുടെ ഖുർആൻ, അതൊരു താക്കീതുകാരനാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. നമ്മൾ റബ്ബിൻ്റെ മുന്നിലെത്തി ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു ഉദ്റും ഉണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് തെളിവായി വെച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, ഖുർആൻ ഒന്നെങ്കിൽ നിനക്കുള്ള തെളിവായിരിക്കും, അതല്ലെങ്കിൽ നിനക്കെതിരെയുള്ള തെളിവായിരിക്കും. ഇതാണ് നാളത്തെ അവസ്ഥ. അതുകൊണ്ട് നിന്റെ സമ്പത്തോ അതുപോലുള്ള കാര്യങ്ങളോ നിനക്ക് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദനയുണ്ടാക്കുന്ന സമയമാണ്, ദുഃഖിക്കുന്ന, പ്രയാസപ്പെടുന്ന ആ ഒരു സമയമാണ്. ആ സമയത്ത് അവൻ്റെ സ്നേഹിതന്മാരും കുടുംബവും എല്ലാം അവനോട് യാത്ര പറയും. ഇത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ആളുകൾക്കുണ്ടാകുന്ന മാറ്റം അത്രയും വലുതാകുമായിരുന്നു. ചില ആളുകളോട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്ന ഉത്തരം എന്താണ്? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ ഈ രൂപത്തിൽ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം അവർ എന്നോടൊപ്പം ഉണ്ടാവുകയില്ല. അതല്ല എങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ, ചില യുവാക്കൾക്കുള്ള പ്രയാസം അതാണ്, ഞാൻ ഈ രൂപത്തിൽ നടന്നു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിട്ടുപോകും. ഇതുപോലുള്ള ന്യായങ്ങൾ പലരും പറയുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്, ഇതാ മരണം തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഇവനെ മന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. വദന്ന അന്നഹുൽ ഫിറാഖ്, അവൻ്റെ മരണം അത് ആസന്നമായിരിക്കുന്നു എന്നത് ഉറപ്പായി കഴിഞ്ഞാൽ വൽതഫത്തി സാഖു ബിസാഖ്, ഇരു കാലുകളും കാലുകളും തമ്മിൽ കൂട്ടിയിടിക്കും. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നേ ദിവസം ആരിലേക്കാണ് തെളിച്ചു കൊണ്ടുപോവുക? അള്ളാഹുലേക്കാണ് എന്ന് ഖുർആനിലൂടെ പറയണം. നോക്കൂ സഹോദരങ്ങൾ, നമുക്ക് ചുറ്റുമാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, വൈദ്യന്മാരുണ്ട്, അതുപോലുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവർ കൈമലർത്തും, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മരണം അത് വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ, ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മരണം അത് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ വഅൻതും ഹീന ഇദിൻ തൻദുറൂൻ, നിങ്ങൾ അതിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്.
വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഞാൻ അള്ളാഹു അവൻ പറയാണ്, നിങ്ങളോട് അവൻ്റെ അറിവ് കൊണ്ട് അടുത്തവനാണ്, നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമത്തിന് ഒതുങ്ങിയ ആളുകളായിരുന്നില്ല. അള്ളാഹുവിൻ്റെ നിയമത്തെ കാറ്റിൽ പറത്തിയ ആളുകളായിരുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്, തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ മടങ്ങിപ്പോ, നിങ്ങൾ മരണത്തെ നിഷേധിച്ചല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ. തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ മടങ്ങിപ്പോവുക, ഈ മരണത്തെ അതിനെ ഇട്ടുകൊണ്ട് നിങ്ങൾ ദുനിയാവിലേക്ക് മടങ്ങിയൊന്നു പോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ചോദിക്കും. ഈ സമയം സഹോദരങ്ങൾ, അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുസിൻ്റെ രത്ന ചുരുക്കമാണ്. അഥവാ നമ്മൾ മരണക്കിടക്കയിലാണ് ഉള്ളത് എങ്കിൽ അത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടിയത് അതിൻ്റെ ആകത്തുക ഖുലാസ, അത് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് മരണപ്പെടുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, തീർച്ചയായും അമലുകൾ, സൽപ്രവർത്തി അല്ലെങ്കിൽ അമലുകൾ പരിഗണിക്കപ്പെടുക നിൻ്റെ അവസാനം എങ്ങനെയാണോ അത് പരിഗണിച്ചുകൊണ്ടാണ്. അതല്ലാതെ നീ ആദ്യം വളരെ നല്ല രൂപത്തിൽ നടന്നു, അവസാന സമയം ദുർമാർഗിയായി മോശപ്പെട്ട രൂപത്തിലാണ് നീ മരിക്കുന്നത് എങ്കിൽ അതാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനം നന്നാക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെ അവസാനത്തെ വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ എന്താണ്, അവസാനം എന്താണോ അതാണ് പരിഗണിക്കപ്പെടുക. നമ്മൾ അവസാനം പറയുന്നത് കലിമത്തു തൗഹീദ് ആണെങ്കിൽ നമുക്ക് സ്വർഗമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, അവസാനം പരിഗണിക്കുക, മരണം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി പരിഗണിക്കുക അവസാനം എങ്ങനെയാണോ അതുകൊണ്ട് മാത്രമായിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെ അവസാനത്തെ സമയത്തെപ്പറ്റി നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ മുൻകഴിഞ്ഞ ജീവിതം എങ്ങനെയാണോ അതുമായിട്ടാണ്. നമുക്ക് ആയുസ് ലഭിച്ച നേരത്തെ എങ്ങനെയാണോ ജീവിച്ചത്, ഏത് രൂപത്തിലാണ് നമ്മൾ ജീവിച്ചത്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മരണം എന്ന കാര്യം കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട്. നാം എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും എന്നുള്ളത് അള്ളാഹു എഴുതി വെച്ചതാണ്. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാൾക്കും അറിയില്ല നാളെ ഓരോ ആളുകളും എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളത്. വമാ തദ്രി നഫ്സുൻ ബി ഐ അർദിൻ തമൂത്ത്, ഒരാൾക്കും അറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് അവൻ മരണപ്പെടുക എന്നുള്ളത്. വല്ലാത്തൊരു വാക്ക്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യണം, എന്നാലേ നമുക്കത് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ആവർത്തിച്ച് ഖുർആൻ പാരായണം ചെയ്യണം. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ്. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇൻസാൻ എന്ന് വിളിക്കാനുള്ള കാരണം? അത് നിസ്യാനിൽ നിന്നാണ് ഇൻസാൻ എന്നുള്ള പേര് വന്നത്. എന്താണ് നിസ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മറവി. അവൻ ധാരാളമായി മറക്കും, അവന് ധാരാളമായി മറവി സംഭവിക്കും. അതുകൊണ്ട് തന്നെ അവന് ധാരാളമായി ഉത്ബോധനം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്താൻ ഖുർആൻ പോലെ നല്ല ഉപദേശം മറ്റെന്താണുള്ളത്? അള്ളാഹുവിൻ്റെ വാക്കിനേക്കാൾ മഹത്വമുള്ള മറ്റെന്ത് വാക്കാണുള്ളത്? നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഇന്ന സമയത്ത് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ അതിനെത്തും. അതിന് വരണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് നമ്മൾ ഈ പറയുന്നതിനേക്കാൾ മനോഹരമായ, ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന പല വാക്കുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ പഠിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ എത്ര മലയാളത്തിൽ അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് അള്ളാഹു എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് അറബി ഭാഷ പഠിക്കുക തന്നെ ചെയ്യണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഒക്കെ അഭിപ്രായ പ്രകാരം മുസ്ലിമീങ്ങൾ അറബി ഭാഷ പഠിച്ചിരിക്കണമെന്നാണ്. എന്താണ് അതിനുള്ള കാരണം? നമ്മൾ എത്രയോ വർഷങ്ങൾ, സ്വന്തത്തോട് ചോദിക്കുക, എത്രയോ വർഷങ്ങളായി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. നമുക്ക് പറയാൻ പറ്റുമോ എന്നെ ഈ ആയത്ത് എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ആയത്തെടുത്ത് പറയാൻ പറ്റുമോ? എത്രയോ സഹാബിമാരെ സഹാബിയാക്കിയത് ഒരായത്ത് മാത്രമാണ്. ഒരൊറ്റ ആയത്താണ് സഹാബിമാരാക്കിയത്, ഒരായത്ത് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ ബി ഐ അർളിൻ തമൂത്ത്, ഒരാൾക്കും എന്തറിയില്ല നാളെ ഏത് ഭൂമിയിൽ വെച്ചാണ് അവർ മരണപ്പെടുക എന്നുള്ളത് അറിയില്ല. അത് മാത്രമല്ല അള്ളാഹു പറയുന്നു
ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരാളുടെ മരണം അത് വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അയാളുടെ അവധി അത് ലഭിക്കുകയില്ല, അല്ലെങ്കിൽ കൂട്ടിക്കിട്ടുകയില്ല, അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയില്ല. സമയം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കെന്ത് ലഭിക്കുകയില്ല? ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കിട്ടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏത് രൂപത്തിലാണ് മരിക്കുക എന്നുള്ളത് റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സലഫുകൾ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതല്ല അവർ മുൻകഴിഞ്ഞ ജീവിതം ഏത് രൂപത്തിലായിരുന്നു എന്നതിനെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കാരണം ഈ രൂപത്തിലാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ മരണസമയത്ത് ഇതാണ് പുറത്തേക്ക് വരിക, യാതൊരു സംശയമില്ല. എങ്ങനെയാണോ നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് അതാണ് അവസാന സമയത്തേക്ക് പുറത്തേക്ക് വരിക. അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത് കുലൂബുൽ അബ്റാർ മുഅല്ലഖത്തും ബിൽ ഖവാതീം. നല്ല പുണ്യം ചെയ്യുന്ന ആളുകളുടെ ഹൃദയം എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ മരണം എന്നത് ആലോചിച്ചുകൊണ്ടാണ്. അവർക്കുള്ള പ്രയാസവും ടെൻഷനും എന്താണ്? ഞാൻ എങ്ങനെ മരിക്കും, ഞാൻ എങ്ങനെ മരിച്ച് എൻ്റെ റബ്ബിലേക്ക് പോകും എന്നതാണ് അവരുടെ യഥാർത്ഥ ടെൻഷൻ. നമ്മളുടേതോ നാളെ എൻ്റെ മക്കൾക്ക് എന്ത് ചെലവിന് കൊടുക്കാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ ടെൻഷൻ. ഇതിൻ്റെ അർത്ഥം എന്തല്ല? കുടുംബത്തെ നോക്കണ്ടെന്നല്ല. നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യകർമ്മമായ സദഖ എന്താണ്? നമ്മുടെ കുടുംബത്തിന് ചിലവാക്കലാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ ചിന്ത മുഴുവൻ എന്താകാൻ പാടില്ല? കുടുംബം 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 എന്നാകാൻ പാടില്ല. ചില ആളുകൾ എന്താണ്? സമ്പത്തിന് പിന്നാലെയാണ്. ചോദിച്ചാൽ എന്താണ്? കുടുംബം പോറ്റേണ്ടതെന്നാണ്. കുടുംബത്തെ പോറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം നീ അള്ളാഹുവിന് കൊടുക്കേണ്ടതായ ചില ഹക്കുകളുണ്ട്, അള്ളാഹു നിനക്ക് മേൽ നിർബന്ധമാക്കിയ ചില കാര്യങ്ങളുണ്ട്, അത് ഒഴിവാക്കിക്കൊണ്ട് കുടുംബത്തെ നോക്കാൻ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടില്ല. ഇത് കേട്ടാൽ നമുക്ക് തോന്നും അള്ളാഹുവോടുള്ള ബാധ്യതകൾ ധാരാളമുണ്ട് എന്നാണ്. എന്താണ് പ്രിയപ്പെട്ടവർ, അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട ഒന്നാമത്തെ ബാധ്യത അവനെ മാത്രം ആരാധിക്കുക. എളുപ്പമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. എന്തുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ തിന്മയായത്? ശിർക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സിങ്ങനെ ആഗ്രഹിക്കുകയില്ല. ചിന്തിച്ചു നോക്കുക. ശിർക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സെന്ത് ചെയ്യുകയില്ല? ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയില്ല. എന്നാൽ മറ്റ് തിന്മകൾ അത് ചെയ്യാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് കള്ളുകുടി, അതുപോലുള്ള ഹറാമായ കാര്യങ്ങൾ, അതൊക്കെ ചെയ്യാൻ നമ്മുടെ മനസ്സിനൊരു ആകർഷണം, അല്ലെങ്കിൽ അത് ചെയ്യാനൊരു ചിന്ത ഉണ്ടാകും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആരെങ്കിലും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഇന്ന് എനിക്ക് എന്തായാലും ശിർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾ കാണുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അള്ളാഹു ഒരിക്കലും ശിർക്ക് എന്ന പാപം അത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെ നീ ഏത് തിന്മകൾ ചെയ്തോ അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ട് എങ്കിൽ അവൻ പുറത്തു നൽകുമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് അവന് മാത്രം ഇബാദത്ത് ചെയ്യണം. ഏതൊക്കെ രൂപത്തിൽ? നിസ്കാരമായിക്കൊണ്ട്. എത്രയാണ് പ്രിയപ്പെട്ടവരെ 24 മണിക്കൂറിൽ നമുക്ക് നിസ്കരിക്കാനുള്ള സമയം? 24 മണിക്കൂറുണ്ട്. അതിൽ 5 വക്ത് നിസ്കാരത്തിനാകെ നമ്മൾ ചിലവാക്കേണ്ടത് ചുരുങ്ങിയ സമയം. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക. നിനക്ക് സാധിക്കുമെങ്കിൽ, നിനക്ക് കഴിവുണ്ട് എങ്കിൽ നീ ഹജ്ജ് ചെയ്യുക. നീ സക്കാത്ത് കൊടുക്കാൻ നിനക്ക് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ നീ കൊടുക്കുക. ഇങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങൾ. ഇതാണ് അള്ളാഹുവിനോട് നമ്മൾ തീർക്കേണ്ട ബാധ്യത. ഇതുപോലും മറന്നുകൊണ്ട് കുടുംബം 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 എന്ന് ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയില്ല. അതല്ല എങ്കിൽ നീ നിന്റെ കുടുംബത്തിനെ മാത്രം നോക്കിയിരുന്നോ എന്നതുകൊണ്ട് മാത്രം അവന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ചോദ്യങ്ങൾ അതിനുത്തരം കൊടുത്തു കഴിഞ്ഞാലല്ലാതെ. എന്നിട്ട് അവർ പറഞ്ഞതായി കാണാം, മാദാ ഖുതിമ ലനാ. സലഫുകൾ പറയാണ്, എന്തായിരിക്കും നമ്മുടെ അവസാനം, എങ്ങനെയായിരിക്കും നമ്മുടെ അവസാനം എന്നുള്ളത് ആലോചിച്ച് അവർ ബേജാറാകാറുണ്ട്. സ്വന്തത്തോട് സത്യസന്ധമായി ചോദിക്കുക. ഈ പറയുന്ന ഞാനും നിങ്ങളും, നമ്മൾ ഇത്രയും വർഷമായി എപ്പോഴെങ്കിലും ഈ ഒരു ടെൻഷൻ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? അഥവാ ഞാൻ എങ്ങനെയായിരിക്കും മരിക്കുക എന്നത് ആലോചിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ അത് ആലോചിച്ച് നമുക്ക് പ്രയാസം തോന്നാറുണ്ടോ? ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സഹാബിമാരിൽ ചിലർ, ആരാണ് സഹാബത്ത്? റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അള്ളാഹു പറഞ്ഞ സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, എൻ്റെ സഹാബത്ത് അവർ ഒരു മുദ്ദ് ചിലവാക്കിയാൽ, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിൾ, അവർ സ്വതക്ക നൽകിയാൽ, അത് സ്വഹാബത്തല്ലാത്ത ആളുകൾ ഉഹദ് മലയോളം സ്വതക്ക നൽകിയാലും ഈ ഒരു കൈക്കുമ്പിളോളം വരില്ല എന്ന് റസൂല് മഹത്വപ്പെടുത്തിയ സഹാബിമാർ അവർ അവരുടെ മരണസമയത്ത് പൊട്ടിക്കരയാറുണ്ട്. ഫഖീല ലഹു മാ യുബ്കീക്. അവരോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ്?
ഖാൽ, അവർ പറഞ്ഞ കാര്യം എന്താണ്? ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ വഖബല ഖബ്ലതൻ വഖാല ഹഉലാഇ ലന്നാർ. അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുകയും എന്നിട്ട് ഒരു പിടുത്തം പിടിച്ചുകൊണ്ട് അള്ളാഹു പറയും ഹഉലാഇ ലന്നാർ, ഈ ഞാൻ പിടിച്ച ആളുകൾ എന്താണ്? നരകത്തിലേക്കുള്ള ആളുകളാണ്. പിന്നീട് എന്താണ് പ്രിയപ്പെട്ടവരെ? സുമ്മ ഖബല ഖബ്ലതൻ വഖാല ഹഉലാഇ ഇലൽ ജന്ന. മറ്റൊരു പിടുത്തം എന്ത് ചെയ്യും? അള്ളാഹു പിടിക്കും. എന്നിട്ട് പറയും ഇവർ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളാണ്. എന്നിട്ട് അവർ പറയും വലാ അദ്രി ഫി അയ്യി ഖബ്ലതൈൻ കുൻത്, ഇതിലേത് പിടുത്തത്തിലാണ് ഞാൻ എന്നത് അറിയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കരയുന്നത് എന്ന് സ്വഹാബത്ത് മറുപടിയായി പറഞ്ഞതായി കാണാം. ഇതാണ് പ്രിയപ്പെട്ടവർ അവരുടെ യഥാർത്ഥ ടെൻഷൻ. എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാരണം? അവർക്കറിയാം മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതം അത് ഹക്കാണ് എന്നുള്ളത്. നമ്മളെ പോലെയല്ല. നമ്മൾ പലതും എന്താണ് കാട്ടിക്കൂട്ടലാണ്. സ്വന്തത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ സ്വഹാബത്തിന് അങ്ങനെ ആയിരുന്നില്ല. അവർ ഓരോ ഹർഫ് ഉച്ചരിക്കുന്നുണ്ട് എങ്കിൽ, ഓരോ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്കറിയാം മരണശേഷം ഒരു ജീവിതം വരാനുണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ, അവസാന സമയം അതെങ്ങനെയാകുമെന്ന് അള്ളാഹു ആദ്യമേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ചില കാരണങ്ങളോട് കൂടിയുണ്ട്, അല്ലെങ്കിൽ ചില സബബുകളുണ്ട് അതിന്. എന്താണത്? അതിലൊന്നാമത്തെ കാരണം, അല്ലെങ്കിൽ അതിലൊരു കാരണം നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാവുക എന്നുള്ളതാണ്. അഥവാ നല്ല അന്ത്യം വരിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാകുന്നു യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത്. നിന്റെ വിശ്വാസം യഥാർത്ഥ വിശ്വാസവും നീ ദുനിയാവിൽ ജീവിച്ചത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടും, അതുപോലെ തന്നെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രദ്ധിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹു ആണ് എങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ കുൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാറ്റി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും അതുപോലെ തന്നെ എൻ്റെ അറവും എൻ്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിനാണ് എന്ന രൂപത്തിലാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ, അതല്ല എങ്കിൽ ഇനി മുതൽ നമ്മൾ അങ്ങനെ ജീവിക്കണം എന്നതുകൊണ്ടേ ഉപകാരമുള്ളൂ. നമ്മുടെ ജീവിതവും മരണവും ആർക്കു വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. നീ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായി, അതുപോലെ തന്നെ ജനങ്ങളുടെ പെരുമാറ്റം പോലും അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ചില ആളുകൾ എന്ത് ചെയ്യും? നല്ല രൂപത്തിൽ പെരുമാറും. പക്ഷെ എന്താണ് കാരണം? പ്രത്യേകിച്ച് നീയത്തൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മൾ ഒരാളോട് പെരുമാറുന്നത് പോലും നല്ല രൂപത്തിലാണ് എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഒരാളോട് നമ്മൾ പുഞ്ചിരിക്കുന്നു, അത് ആർക്ക് വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഒരാൾക്ക് നമ്മൾ സലാം കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഇങ്ങനെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി തടയുക. നമ്മുടെ സ്വന്തത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളൊരു കാര്യവും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ നമ്മുടെ സ്വന്തത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പകരം വീട്ടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റസൂൽ ഒരു ദിവസം നടന്നു നീങ്ങുമ്പോൾ റസൂലിൻ്റെ തോളിൽ എന്തുണ്ടായിരുന്നു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കട്ടിയുള്ള ഒരു തുണി ഉണ്ടായിരുന്നു. അത് റസൂൽ പുറകു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണുള്ളത്. ആ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു അറാബി വന്നുകൊണ്ട് ആ പുറകിലേക്ക് നീട്ടിയ ആ തട്ടം വളരെ കഠിനമായി പുറകിലേക്ക് വലിച്ചുകൊണ്ട് റസൂലിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്ന് എനിക്കിങ്ങ് താ. വല്ലാത്തൊരു പ്രയോഗമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളെ പുറകിൽ നിന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് നമ്മളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ഏത് രൂപത്തിൽ? മുന്നിൽ കൈനീട്ടിക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടെ മുഖം മാറും. പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചിന്ത വരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂലിനോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? പുറകിലേക്ക് വളരെ മുറുക്കി പിടിച്ചുകൊണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അയാളുടെ ആ പിടിയുടെ ആ ബലം അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? പാടുകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ചിരിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയുകയാണ് അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ. നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കുക, സ്വന്തത്തോട് ചോദിക്കുക. ഈ രൂപത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ കോളർ ബാക്കിൽ പിടിച്ചിട്ട് പൈസ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനമനുഷ്ഠിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആലോചിച്ച് നോക്കണം. 10 വർഷം അവിടുന്ന് പറയുന്നതായി കാണാം. റസൂലിന് കൊടുത്ത സർട്ടിഫിക്കറ്റാണ് അത്. എന്താണത്? ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. റസൂലിനെ ഞാൻ 10 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, അഥവാ സേവിച്ചിട്ടുണ്ട്.
അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ എന്നോട് പറയും. ഞാനത് എന്ത് ചെയ്യില്ല, ചെറിയ പ്രായമാണ്, ചെറിയ പ്രായത്തിലാണ് റസൂലിൻ്റെ അടുക്കൽ അനസ് റളിയല്ലാഹു അൻഹു ഉള്ളത്. ഞാനൊരു പക്ഷേ ചെയ്യുകയില്ല. റസൂൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്ത് ചെയ്യും. പക്ഷെ ഒരിക്കൽ പോലും റസൂൽ എന്നോട് അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. റസൂലിൻ്റെ കീഴിലുള്ള വ്യക്തിയാണ്, റസൂലിൻ്റെ മുതലാളിയല്ല. മറ്റൊരു സംഭവം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കാര്യത്തിന് വേണ്ടി മദീനയിലേക്ക് അയച്ചു, അങ്ങാടിയിലേക്ക് അയച്ചു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുമ്പോൾ എന്താണ്, അവിടെ ചെറിയ കുട്ടികൾ കളിക്കുന്നുണ്ട്. ചെറിയ പ്രായമായതിനാൽ തന്നെ ആ കുട്ടികളോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, സമയം ചെലവഴിക്കുകയാണ് കളിച്ചുകൊണ്ട്. പെട്ടെന്ന് പറയാണ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ആരോ പിടിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ രാജാവാണ്, നമ്മളെ പോലെയല്ല, ഒരു നാട് ഭരിക്കുന്ന രാജാവാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പുറകിലേക്ക് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഞാൻ റസൂലിനെ കണ്ടുടനെ പറഞ്ഞു, റസൂലെ ഞാൻ ഇപ്പോൾ പോയി വരാം, എന്നോടൊരു വാക്ക് പുറത്ത് പറഞ്ഞില്ല എന്ന ആശയത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണ്ട് സംഭവം എന്താണ്, സ്വന്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ കോപിച്ചതായി കാണാൻ സാധിക്കുകയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്ന സന്ദർഭങ്ങളുണ്ട്. ഏത് സാഹചര്യമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ മുഖം ചുവക്കും, അവിടുന്ന് ശക്തമായി അതിനെ എതിർക്കും. ആലോചിച്ച് നോക്കൂ, സഹാബിമാരിൽ ചിലർ വുളു എടുത്ത സമയത്ത് ചെറിയൊരു ഭാഗം എന്തായി, വുളു തട്ടാത്തതായി ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, ആ കണങ്കാൽ നനയാത്ത ആ ഭാഗം നരകത്തിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ ഒരു ജീവിതമായിരിക്കും. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് എൻ്റെ ടെൻഷൻ അടിക്കാനോ ആവലാതി പറയാനോ ഒരു സമയം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ ഹക്കുകൾ അത് പിച്ചു ചീന്തപ്പെടുമ്പോൾ നമ്മൾ എതിർക്കുക, കോപിക്കുക. അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കോപിക്കാതിരുന്നാൽ പകുതി ടെൻഷൻ നമുക്ക് കുറഞ്ഞിട്ട് ദുനിയാവിൽ. ഇതെന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിന്ത വരുന്നത്, ഓൻ എന്നോട് ഇങ്ങനെ ചെയ്ത് എനിക്ക് തിരിച്ച് ചെയ്യണം എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്. നിസ്കാരത്തിൽ പോലും ചില ആളുകളുമായി സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരത്തിൽ അവൻ്റെ ചിന്ത എന്തായിരിക്കും, അവൻ എങ്ങനെ പ്രതികാരം വീട്ടണം. നിസ്കാരത്തിൽ പോലും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ദുനിയാവിനോട് ധാരാളമായി ഭ്രമമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും, ഈ രൂപത്തിലുള്ളതായിരിക്കും. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥ ചിന്ത അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം എന്താണ് എന്ന് മനസ്സിലാകാൻ ചില സന്ദർഭങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഒരു സന്ദർഭം, അദ്ദേഹം ചില സന്ദർഭങ്ങൾ പറയുന്നുണ്ട്, അതിലൊരു സന്ദർഭം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന വേള, ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്നാമതായി വരുന്ന കാര്യം എന്താണ്, അതാണ് നിൻ്റെ പ്രധാന കാര്യം. നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണോ അതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട കാര്യം എന്നുള്ളത്. ഇതാണ് ഒരു സന്ദർഭം. രണ്ടാമത്തേതോ, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താലോചിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. ഈ രണ്ട് സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഇതാണ് നിൻ്റെ ജീവിതം എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. സലഫുകളിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, ഇദാ ഇസ്ത ഫി ഹയാതിക ലില്ലാഹ് കാന മമാതുക ലില്ലാഹ്. പഠിച്ചു വെച്ചോ, ഇദാ ഇസ്ത ഫി ഹയാതിക ലില്ലാഹ്, നീ നിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ കാന മമാതുക ലില്ലാഹ്, നിൻ്റെ മരണവും ആർക്ക് വേണ്ടിയായിരിക്കും, അള്ളാഹുവിന് വേണ്ടിയാകും. ചെറിയ വാക്കാണ്, പക്ഷേ വളരെ അർത്ഥമുള്ളൊരു വാക്കാണത്. നിൻ്റെ ജീവിതം നീ റബ്ബിന് വേണ്ടി കഴിച്ചു കൂട്ടിയോ, അങ്ങനെയെങ്കിൽ അതിനുള്ള പ്രതിഫലം എന്താ, നിൻ്റെ മരണം റബ്ബിന് വേണ്ടിയായിരിക്കും, നിൻ്റെ മരണം നല്ല മരണമായിരിക്കും. അഥവാ നിൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഉച്ചരിച്ച് നമുക്ക് മരിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ഒരു ആയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ. അള്ളാഹു കലിമത്തുൻ തയ്യിബയെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലയെ ഒരു
മരത്തിനോട് ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമാ. അതിൻ്റെ അടിവേര് എവിടെയാണുള്ളത്? അതിൻ്റെ വേര് നല്ല കട്ടിയിൽ അല്ലെങ്കിൽ വളരെ ശക്തിയോടുകൂടി സ്ഥിരതയോടുകൂടി നിൽക്കുന്നുണ്ട്. വഫർഉഹ ഫിസ്സമാ. അതിൻ്റെ ശാഖകളാകട്ടെ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന മരങ്ങൾ പോലെ അതിൻ്റെ അടിസ്ഥാനമായ അസുൽ, അതിൻ്റെ വേര് ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ശക്തിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ ശാഖകൾ ആകാശത്തേക്ക് നിൽക്കുന്നുണ്ട്. എന്നിട്ട് സഹോദരങ്ങൾ, അള്ളാഹു പറയുന്നു തുഅ്തി ഉക്ലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. അതിൻ്റെ ഫലങ്ങൾ, അത് തരുന്ന ഫ്രൂട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അള്ളാഹു പറയുകയാണ്, ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ ജനങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ നമ്മൾ നൽകുമെന്ന രൂപത്തിൽ പറയുന്നതായി കാണാം. ഇതാണ് സഹോദരങ്ങളെ തൗഹീദും ഈമാനും. അഥവാ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? തൗഹീദ് ഒരാളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ വിശ്വാസം എന്താകും? അത് പ്രതിഫലിക്കും. എങ്ങനെ? അവൻ്റെ പ്രവർത്തികൾ പിന്നീട് വളരെ മനോഹരമായ പ്രവർത്തികളായിരിക്കും. ഒരാളുടെ മനസ്സിൽ തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ജീവിതം മാറി മറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ടു. മക്കക്കാരുടെ അവസ്ഥ എന്തായിരുന്നു ജാഹിലിയ കാലഘട്ടം? അവർക്ക് മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ വെള്ളം കുടിക്കുന്നത് അതുപോലെയായിരുന്നു. നമ്മളെങ്ങനെ പച്ചവെള്ളം കുടിക്കുന്നുവോ അതുപോലെയായിരുന്നു മക്കക്കാർക്ക് മദ്യപാനം. അവർക്ക് വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹലാലായ മാർഗത്തിൽ നമ്മുടെ ഭാര്യമാരുമായി എങ്ങനെയാണോ ബന്ധപ്പെടുന്നത് അതുപോലെയായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് രക്തം ചീന്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി കോഴിയെ മറ്റോ അറക്കുന്നത് പോലെയായിരുന്നു അവർക്ക് മനുഷ്യരക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ളൊരു സമുദായത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചപ്പോൾ അവിടുന്ന് ആദ്യമായി പറഞ്ഞ കാര്യം എന്താണ്? വളരെ ഉയർന്ന സ്ഥലങ്ങളിലും അതുപോലുള്ള അങ്ങാടികളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ നീചന്മാരായ ഒരു സമുദായത്തിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, എല്ലോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ പറയണം. തുഫ്ലിഹു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന തൗഹീദിൻ്റെ ആശയം എങ്ങനെയുള്ള കൗമിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്? ഈ പറഞ്ഞ രൂപത്തിലുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവർ പറയുന്നതായി കാണാൻ സാധിക്കും. എന്ത്? നിങ്ങൾക്ക് ഈ തൗഹീദ് മാത്രമാണ് ഇങ്ങനെ പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളത് ഇതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിച്ച നാട് എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള നാടാണ്. ഇതിനാണ് മൻഹജ് എന്ന് പറയുന്നത്. നമുക്കൊരു റൂട്ട് ഉണ്ടായിരിക്കണം, തോന്നിയതുപോലെ ചെയ്യാനല്ല. പിന്നെ റസൂലിനെ നിയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃക ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതാണോ? റസൂൽ ഒന്നാമതായി ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ ഇതാ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് തൗഹീദാണോ? ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് തൗഹീദാണോ? റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും പറയും. ഇലാ ഖിയാമി സഅ പറഞ്ഞിരിക്കും, അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എൻ്റെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ ഹക്കിൽ അടിയുറച്ച് നിന്നുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ. അവരെ ഒരാൾക്കും വഞ്ചിക്കാനോ അവരെ ഒരാൾക്കും ഉപദ്രവപ്പെടുത്താനോ സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഒരാളുടെ നന്മയാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരോട് ആദ്യം പോയി പറയേണ്ടത് നീ നിസ്കരിക്കണമെന്നല്ല, അതല്ലെങ്കിൽ നീ കള്ളുകുടി ഉപേക്ഷിക്കണമെന്നല്ല ആദ്യം പോയി പറയേണ്ടത്. ഇതൊക്കെ ഉപേക്ഷിച്ചാലും നിസ്കരിച്ചാലും അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനം നന്നാകണം. ഏതുപോലെ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിന് അടിസ്ഥാനമില്ലാതെയാണ് നമ്മൾ അതിൻ്റെ ചുമരും വാർപ്പും ഉണ്ടാക്കുന്നത് എങ്കിൽ അത് നിലനിൽക്കുകയില്ല. ഏതുപോലെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ദഅവത്ത് നടത്തി പറയും, നമ്മൾ ഇത്ര ആളുകൾ ഇത്ര മാസം കൊണ്ട് ഇത്ര ദിവസം ഇത്ര പള്ളിയിൽ ഇരുന്നത് കൊണ്ട് നമ്മൾ ആളുകളെ മാറ്റി എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതുപോലെ ബലൂണിൻ്റെ കാറ്റ് പോകുന്ന പോലെ അവരെ പിന്നെ നമുക്ക് പഴയ കോലത്തിൽ കാണാൻ സാധിക്കും. എന്താണ് കാരണം? അടിസ്ഥാനം അവരുടെ മനസ്സിൽ ഉറച്ചില്ല. ഇങ്ങനെ അടിസ്ഥാനം അവരുടെ മനസ്സിൽ ഉറച്ചപ്പോൾ പിന്നീട് അള്ളാഹു ഖുർആനിൽ ചില കാര്യങ്ങൾ ഹറാമാക്കിയ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവർക്ക് തൗഹീദ് മനസ്സിൽ ഉറച്ചപ്പോൾ പിന്നീട് അള്ളാഹുവിൻ്റെ പ്രയോഗങ്ങൾ ഹറാമാക്കിയതിൻ്റെ ചില പ്രയോഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മദ്യം ഹറാമാക്കുന്നതിൻ്റെ ആയത്ത് എങ്ങനെയാണ്? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാനായില്ലേ? നിങ്ങൾ വിരമിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? പിന്നീട് അതാ മദീനയിലൂടെ
കള്ള് ആ കള്ള് എന്ത് ചെയ്യാണ്, പുഴ ഒഴുകുന്നത് പോലെ ഒഴുകിയെന്നാണ്. അഥവാ സഹാബത്ത് അത് പൊട്ടിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ കയ്യിൽ സ്വർണത്തിൻ്റെ മോതിരം കണ്ടപ്പോൾ റസൂൽ എന്ത് ചെയ്തു? നമുക്കറിയാം പുരുഷന്മാർ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. അത് പറഞ്ഞപ്പോൾ സഹാബി എന്ത് ചെയ്യാണ്? അത് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടപ്പോൾ മറ്റു സഹാബത്ത് പറഞ്ഞു, റസൂലത് നീ ഇടണ്ടാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വിൽക്കാലോ, വിറ്റെന്ത് ചെയ്യാം, അതിൻ്റെ പണം നിനക്ക് എടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ആ സഹാബി പറഞ്ഞൊരു വാക്കുണ്ട്, റസൂൽ എന്നോടത് ഒഴിവാക്കാൻ പറഞ്ഞു, ഇനി എനിക്കത് വേണ്ട. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമുദായം ഉണ്ടായത്? റസൂൽ ആദ്യം പറഞ്ഞ കാര്യം തൗഹീദാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുവൻ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും അവനോടുള്ള ഭയത്താലും അവൻ്റെ ഹൃദയം വേരുറച്ചതാണെങ്കിൽ, തൗഹീദ് ഉള്ളതാണ് എങ്കിൽ ഫർഉഹ ഫിസ്സമാ, അവൻ്റെ സൽപ്രവൃത്തികൾ എന്താകും? നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. ഇതുപോലെയാണ് സഹോദരങ്ങളെ ഒരു മുഅ്മിനിൻ്റെ ഉപമ. അവൻ എവിടെയായിരുന്നാലും മുബാറക്കായിരിക്കും, ബറക്കത്തുള്ളവനായിരിക്കും. അവൻ്റെ സംസാരം നല്ല സംസാരമായിരിക്കും, അവൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും, അവൻ്റെ ബറക്കത്ത് എല്ലായിടത്തും പ്രചരിക്കും. ഒരാൾക്ക് തൗഹീദ് ഉറച്ച് അതിനോടൊപ്പം അവൻ്റെ സൽപ്രവൃത്തിയും ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹു ഒരു മുഅ്മിൻ്റെ ഹൃദയം ഈ ഒരു മരത്തോട് ഉപമിച്ചപ്പോൾ അതിനുശേഷം പിന്നീട് പറയുന്നത് എന്താണ്? സ്ഥിരതയുടെ ആയത്താണ്. എന്താണ്? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ. അള്ളാഹു എന്ത് ചെയ്യും? അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ ദുനിയാവിൽ എന്ത് ചെയ്യും? അടിയുറപ്പിച്ച് നിർത്തും. അഥവാ അഖീദ സ്റ്റേണായി കഴിഞ്ഞാൽ, വളരെ ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വഫിൽ ആഖിറ, നാളെ ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്ഥിരതയോടുകൂടി നിൽക്കാൻ സാധിക്കും. അഥവാ നമ്മുടെ മരണവും നന്നാകും, അള്ളാഹുവിൻ്റെ മുന്നിലേക്കുള്ള എഴുന്നേറ്റ് നിൽക്കലും എന്താകും? ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ ചര്യയിൽപ്പെട്ട കാര്യമാണ് അന്നമൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. ഒരാൾ എങ്ങനെയാണോ അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയത് ആ അവസ്ഥയിലാണ് അയാൾ മരണപ്പെടുക. ഇത് അള്ളാഹുവിൻ്റെ എന്താണ്? പ്രാപഞ്ചികമായ ചര്യയിൽപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് ആ അവസ്ഥയിലായിരിക്കും നമ്മൾ മരണപ്പെടുക എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അതാണ് നമ്മുടെ ആകത്തുക മരണസമയത്ത്. ഈ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണ്. ഏതാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫവല്ലദി ലാ ഇലാഹ ഗൈറു, അള്ളാഹു അവൻ തന്നെ സത്യം, ഇന്ന അഹദക്കും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഅ സുമ്മ യസ്ബിഖു അലൈഹിൽ കിതാബ്. ഒരടിമ അവൻ എന്ത് ചെയ്യും? സ്വർഗ്ഗക്കാരുടെ പ്രവൃത്തി ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. സ്വർഗ്ഗക്കാരുടെ പ്രവൃത്തി ചെയ്യും, തൗഹീദ് ഉണ്ടാകും, അതുപോലെ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടാകും. അവനും അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എത്താൻ ഒരു ചാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചാണെന്ന് പറഞ്ഞാൽ ചെറിയ ദൂരാണ്. ആ സമയം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. പിന്നീട് എന്താണ് ഉണ്ടാകുക? പിന്നീട് അവൻ്റെ അവസാന സമയമായി കഴിഞ്ഞാൽ ഫയുഖ്തമു ലഹു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുഹ. പിന്നീട് അവൻ്റെ അവസാനത്തെ സമയത്തുള്ള പ്രവൃത്തി എങ്ങനെയുള്ള പ്രവൃത്തികളാണ്? നരകക്കാരുടെ പ്രവൃത്തിയാണ്. പിന്നീട് അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് പോകും. നേരെ തിരിച്ചും ചില ആളുകൾ നരകക്കാരുടെ പ്രവൃത്തിയാണ് ചെയ്യുക. നരകക്കാരുടെ പ്രവൃത്തി ചെയ്ത് പിന്നീട് അവസാനം അവൻ്റെ പ്രവൃത്തി എന്തായി മാറും? സ്വർഗ്ഗക്കാരുടേതാകും. പിന്നീട് അവൻ എന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് നരകക്കാരുടെ പ്രവൃത്തിയാണ്, പിന്നീട് അവൻ്റെ മരണം കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കാണ് പോവുക. ഇത് വല്ലാതെ നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണിത്, റസൂലിൻ്റെ ഈ പ്രയോഗം. എന്താണ് സഹോദരങ്ങൾ ഈ ഹദീസിൻ്റെ വിശദീകരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. റസൂൽ പറയുന്നു, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? സ്വർഗ്ഗക്കാരുടെ പ്രവൃത്തിയാണ്. പക്ഷേ ഫീമാ യബ്ദു ലിന്നാസ്, ജനങ്ങളുടെ മുന്നിൽ മാത്രം. ജനങ്ങൾ കാണുമ്പോൾ എന്താണ്? താടിയുണ്ട്, നിര്യാണിക്ക് മേലെ വസ്ത്രമാണ്, ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വളരെ മുത്തഖിയാണ്. ആളുകൾ കാണുമ്പോൾ എന്താണ്? വളരെ നല്ല പ്രവൃത്തികളാണ്. പക്ഷേ അവനും അവൻ്റെ റബ്ബ് മാത്രമായി കഴിഞ്ഞാൽ മോശക്കാരിൽ ഏറ്റവും മോശക്കാരൻ അവനാണ്. നിഫാഖാണത്, കാപട്യാണ്. അതുകൊണ്ടാണ് സലഫുകൾ ചില ആളുകൾ പറഞ്ഞത് എന്ത്? അഅ്മാലുൽ ബിർ, സൽപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെമ്മാടികളും ചെയ്യും, നല്ല ആളുകളും ചെയ്യും. ആളുകൾക്ക് മുന്നിൽ സൽപ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. എന്നാൽ തിന്മ ഉപേക്ഷിക്കുക എന്നത് മുഅ്മിൻ മാത്രമേ ചെയ്യുകയുള്ളൂ, അല്ലേ? റമദാനിൽ തന്നെ എന്താണ്? നിസ്കാരത്തിൽ നമുക്ക് പല ആളുകളെയും കാണാൻ പറ്റും, അല്ലേ? ഖിയാമുൽ ലൈൽ വരെ പല ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ
അങ്ങനെയുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? തിന്മകൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്നാൽ യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ, ആളുകൾ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, അവൻ ആളുകൾക്ക് മുന്നിലായാലും അള്ളാഹിൻ്റെ മുന്നിലായാലും ഒരുപോലെ ആയിരിക്കും. അതാണ് നിഷ്കളങ്കത. മറ്റേതെന്താണ്? കാപട്യാണ്. ഇതാണ് ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നാൽ നേരത്തെ ആദ്യം പറഞ്ഞതോ, ചില ആളുകൾ നരകക്കാരുടെ പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ തിന്മ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ റബ്ബിനോടുള്ള ഭയം ഉണ്ടാകും. അവനറിയാം, റബ്ബെ ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, എനിക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, സത്യസന്ധമായി അവനക്ക് മാറണം എന്നുള്ള ചിന്തയുണ്ട് എന്നതുകൊണ്ട് അവൻ്റെ ഹൃദയം റബ്ബിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര ആളുകൾക്ക് മുന്നിൽ നല്ലത് ചമഞ്ഞാലും നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് ആർക്കറിയാം? റബ്ബിനറിയാം. നിന്റെ ഹൃദയം ഏത് രൂപത്തിലാണ് എന്നത് റബ്ബിനറിയാം. അത് പുറത്തേക്ക് വരും. എപ്പോഴാണ് വരാം? മരണത്തിൻ്റെ സമയത്ത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിനക്ക് സത്യസന്ധത ഉണ്ട് എന്ന് റബ്ബിന് അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സ്ഥിരപ്പെടുത്തുമെന്ന കാര്യത്തിൽ നമ്മൾ ബേജാറാകണ്ട. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ ഹൃദയം ഏത് രൂപത്തിലാണ് എന്നത് നമ്മൾ ചിന്തിക്കുക. ആരും കാണാത്ത നേരത്ത് നമ്മുടെ ഫോണുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാത്ത കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട ആളുകൾ കാണുകയെ നന്മ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ഉപകാരപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചില ആളുകൾ ചില സൽപ്രവൃത്തിയുമായി എത്രത്തോളം വലിയ മലകൾ സമാനമായ സൽപ്രവൃത്തിയായി ഖിയാമത്ത് നാളിൽ വരും. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു പോകും. എന്താണ് കാരണം? അവനും അവൻ്റെ റബ്ബും മാത്രമായി കഴിഞ്ഞാൽ ഇൻതഹക്കൂഹ, അതിനെ പിച്ചു ചീന്തും. അള്ളാഹുവിൻ്റെ ഹറാമാക്കിയ കാര്യങ്ങൾ പിച്ചു ചീന്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? തിന്മകൾ ചെയ്യുന്നതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എത്ര സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അവസാന സമയം നമ്മളെ ഭയപ്പെടുത്തേണ്ടതായ ചില കഥകൾ. ചിലരോട് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്? സംഗീതം ആലപിക്കുകയാണ്. എന്താണ് അതിനുള്ള കാരണം? അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു കഴിച്ചു കൂട്ടിയത്? ഈ രൂപത്തിലായിരുന്നു. നമ്മൾ കരുതുന്നുണ്ടോ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പറയാൻ സാധിക്കും? ഈ മരണത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യം. അപ്പോൾ ആ സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഈ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്കിപ്പോൾ എല്ലാവർക്കും അൽഹംദുലില്ലാഹ് നല്ല എന്തുണ്ട്? കൂവത്തുണ്ട്. നമ്മുടെ ആരോഗ്യപരമായി നല്ല കൂവത്തുണ്ടല്ലേ? ഉണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. ഇപ്പോൾ ഏകദേശം 2:10 രാവിലെ എഴുന്നേറ്റത് മുതൽ 2:10 നമുക്കറിയാം. നമുക്ക് ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്ത്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇല റഹ്മാൻ എന്ന ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 വാക്ക്, വളരെ ലഘുവായ വാക്കാണ്, പക്ഷേ അത് മീസാനിൽ കനം തൂങ്ങുന്ന വാക്കാണ് എന്നുള്ളത്. ഏതാണ് ആ വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന വാക്ക്. സ്വന്തത്തോട് ചോദിക്കുക. ഈ സമയമായിട്ട് നമ്മൾ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? ആരെയും കുറ്റപ്പെടുത്താനല്ല, സ്വന്തത്തോട് ചോദിക്കുക. നമ്മളിപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? നമുക്ക് ഊർജ്ജമുള്ള സമയമാണ്, കൂവത്തുള്ള സമയമാണ്, എന്തും പറയാനുള്ള സമയമാണ്, അല്ലേ? സാധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയാൻ സാധിച്ചോ? പോട്ടെ, ഈ സമയം വരെയായിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വന്തത്തോട് ചോദിക്കുക. റബ്ബിനറിയാം നീ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ സമയത്ത് നമുക്കിതൊന്നും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ മരണസമയത്ത് എളുപ്പത്തിലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? ആലോചിച്ച് നോക്കുക. ഈ ഊർജമുള്ള സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ അദ്കാറുകളിൽ മുഴുകാൻ സാധിക്കുന്നില്ല എങ്കിൽ കൺമുന്നിൽ മലക്കുൽ മൗത്തിനെ കാണുന്ന നേരത്ത് ആ ബേജാറിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യാമോഹം മാത്രമാണത്. നന്നായി ചിന്തിക്കുക. മരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പുറത്തേക്ക് വരിക ഈ രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെങ്ങനെയാണോ ജീവിച്ചത് അത്. മറ്റു ചിലരോട് അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറയുമ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? ദർഹമുകൾ, ധനാനീർ അതിങ്ങനെ എണ്ണുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരെ ജീവിതം എങ്ങനെയായിരുന്നു? അവിടെ കൊടുക്കാനുള്ളത് കൊടുത്തോ? ഇവിടുന്ന് വാങ്ങാനുള്ളത് വാങ്ങിയോ? ഈ രൂപത്തിലായിരുന്നു. മരണസമയത്ത് എന്താ പറയുന്നത്? ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ. മറ്റു ചിലർ അവർ സ്നേഹിച്ചിരുന്ന പെണ്ണുങ്ങളുടെ പേരാണ് പറയുന്നത് മരണസമയത്ത്. അതിനേക്കാൾ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? എനിക്കത് പറയാൻ സാധിക്കുന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ? എനിക്കത് പറയാൻ സാധിക്കുന്നില്ല എന്ന വാക്ക് അവന് പറയാൻ സാധിക്കുന്നുണ്ട്, എന്നിട്ട് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അവന് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തതായി കാണാം ഈ കാര്യം.
നമ്മൾ വല്ലാതെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ് നമ്മുടെ അവസാനത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നത്? അവർ ദുനിയാവിൽ ജീവിച്ചിരുന്നത് ഈ പറയുന്ന ആരാധനകളിലായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ പറ്റി പറഞ്ഞു, തഈസ അബ്ദു ദീനാർ, ദീനാറിൻ്റെ അടിമ നശിക്കട്ടെ, വതഈസ അബ്ദു ദർഹം, ദിർഹമിൻ്റെ അടിമ നശിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ അടിമയായി ജീവിച്ചു. അതുകൊണ്ട് തന്നെ മരണസമയത്ത് സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാം. നമുക്കൊരു പക്ഷേ അത്ഭുതമുണ്ടായേക്കാം, എങ്ങനെയാണ് ഈ സമയത്ത് ഇവർ സംഗീതം ആലപിക്കുകയും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യുന്നത് എന്ന്, അല്ലേ? നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. അത്രയും കഠിനമായ സമയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയം നമുക്കറിയാം. വഫാത്തിൻ്റെ നേരം എങ്ങനെയായിരുന്നു? വേദന സഹിക്കവയ്യാതെ തൊട്ടടുത്തുള്ള കൂജയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്തേക്ക് വെള്ളം കൊണ്ട് തടവുകയാണ്, പ്രയാസം കൊണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? ഇന്നലിൽ മൗതി ലസക്കറാത്ത്, തീർച്ചയായും മരണത്തിന് എന്തുണ്ട്? വല്ലാത്തൊരു വേദനയാണ്. ആയിഷ ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞതായി കാണാം, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ്, ഇതാ തീർച്ചയായും മരണം അതിൻ്റെ സക്രത്തും കൊണ്ട്, ലഹരിയും കൊണ്ട് ഇതാ വരുന്നു എന്നത് അള്ളാഹു പറയുന്നതായി കാണാം. ഈ കഠിനമായ സമയത്ത് എങ്ങനെയാണ് ഈ രൂപത്തിൽ പാട്ട് പാടാനും അതുപോലുള്ള കാര്യങ്ങളും, അല്ലേ? നമുക്ക് സന്തോഷമുള്ള സമയത്തല്ലേ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്നത് അത്ഭുതമുണ്ടായേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുറത്തേക്ക് വരിക. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കാലൊന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ വഴുതുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഒന്ന് സ്വന്തത്തോട് ചോദിക്കാം. എടാന്നൊക്കെ വിളിക്കുന്നതൊക്കെ നമ്മുടെ കാലൊന്ന് ചെറുങ്ങനെ വഴുകിയാൽ, അല്ലേ? വീഴാൻ പോകുമ്പോൾ നമ്മളെ വായിന്ന് വരുന്ന കാര്യം എന്താണ്? ഇതുപോലുള്ള വാക്കുകളായിരിക്കും. ചെറിയൊരു കാര്യമാണത്, കാലൊന്ന് ഇടറുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പുറത്തേക്ക് വരുന്ന കാര്യം എന്താണ്? ഈ രൂപത്തിലുള്ള വാക്കുകൾ. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ നാവിന് നമ്മൾ എന്താണോ നമ്മുടെ നാവിന് ശീലമാക്കിയത് അതാണ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ നാവിന് അദ്കാറുകൾ അത് ശീലമാക്കിയത് കൊണ്ട് അദ്ദേഹം ബാത്റൂമിലേക്ക് പോകുമ്പോൾ തൻ്റെ ഷിമാഗ് ഉണ്ടല്ലോ, അറബികൾ ധരിക്കുന്ന തട്ടം, അത് വായിലേക്ക് വെച്ചുകൊണ്ടാണ് പോകാറുള്ളത്. എന്താണ് കാരണം? അറിയാതെ ബാത്റൂമിൽ നിന്നും അദ്കാറ് ചൊല്ലിപ്പോകുമെന്ന് ഭയന്നുകൊണ്ട്. നമ്മുടെ അവസ്ഥയോ? നമ്മൾ പള്ളികളിലായിരുന്നാൽ പോലും നമ്മുടെ നാവ് ചലിക്കുന്നില്ല എന്നതാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമുക്കിതുപോലുള്ള കാര്യങ്ങൾ മരണസമയത്ത് പറയാൻ സാധിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടത് അള്ളാഹുവിനുള്ള സ്മരണയിലായാലും അതുപോലുള്ള കാര്യങ്ങളാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല മരണം കൈവരിക്കാനും അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസം നല്ല രൂപത്തിൽ അള്ളാഹുവിന് ഉത്തരം നൽകാനും സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അവരുടെ അവസാന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രൂപത്തിലായിരുന്നു. ഈ പറഞ്ഞതുപോലെ പ്രയാസവും സങ്കടവും ഒക്കെയാണ് അവസാന സമയമെങ്കിലും, അഥവാ വേദനയും റസൂൽ പറഞ്ഞതുപോലെ പ്രയാസവും ഒക്കെയാണ് എങ്കിലും യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൗഭാഗ്യം, യഥാർത്ഥ ജീവിതം, ആഘോഷം അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത്, അഹബ്ബ അല്ലാഹു ലിഖാഅഹ്, അള്ളാഹും എന്ത് ചെയ്യും? അവനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്, അതുപോലെ തന്നെ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നത്, അള്ളാഹു എന്ത് ചെയ്യും? അവനെ കണ്ടുമുട്ടാൻ വെറുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് എന്താണ്? വളരെ നിഷ്കളങ്കതയായ സ്ത്രീയാണ്. അവിടെ ചോദിച്ചു, ഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്നാ നക്റഹുൽ മൗത ഫകൈഫ നുഹിബ്, നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? മരണത്തെ വെറുക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് അതിന് ഇഷ്ടപ്പെടാൻ സാധിക്കുക? ഇതേ സമാനമായ ചോദ്യം ആയിഷ റളിയല്ലാഹു അൻഹ വേറൊരു സന്ദർഭത്തിലും ചോദിച്ചതായി കാണാൻ സാധിക്കും. പറഞ്ഞതുപോലെ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ദിവസം ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, നഗ്നരായി, നഗ്നപാതരായി, അതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യാത്തവരായ നിലയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും? നിർത്തും എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലേ റസൂൽ, ആ സമയത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ലേ ആളുകളുടെ ഔറത്തിലേക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ആ ദിവസത്തെ ഭയാനകത കാരണത്താൽ നമുക്ക് അതുപോലും ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്ത്? ഒരു സ്ഥലത്തൂടെ എന്ത് ചെയ്യാണ്? ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തൂടെ ചില സ്ത്രീകൾ ഇങ്ങനെ വിവസ്ത്രയോ അല്ലെങ്കിൽ മോശമായ വസ്ത്രം ധരിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ കെട്ടിടം ഇങ്ങനെ മറിഞ്ഞു വീഴാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഏതിലേക്കായിരിക്കും നോട്ടം ശ്രദ്ധിക്കുക? തീർച്ചയായും ആ കെട്ടിടത്തിലേക്കാണ്. കാരണം ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയാനകമായ കാര്യമാണ്.
വലില്ലാഹിൽ മസലുൽ അഅല. ഈ സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റബ്ബിനെ അല്ലെങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുന്ന നേരത്താണ്. ഈ സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. എന്നതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യങ്ങൾ എന്താണ്? നിഷ്കളങ്കമായ ചോദ്യങ്ങൾ. അവിടുന്ന് ചോദിക്കണം, നമുക്ക് എല്ലാവർക്കും മരണത്തെ പേടിയാണ്, ഭയമാണ്, വെറുപ്പാണ്, പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാക്, ആ പറഞ്ഞ രൂപത്തിലുള്ള കാര്യം, മറിച്ച് വലാകിൻ അൽ മുഅ്മിനു ഇദാ ഹദറൽ മൗത്ത്, ഒരു മുഅ്മിന് മരണം ആസന്നമായി കഴിഞ്ഞാൽ ബുശ്ശിറ ബിറിദ്വാനില്ലാഹ്, അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടും മരണ നേരത്ത്. പിന്നീട് ലം യകുൻ ഷൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മ അമാമഹ് ഔ കമാ ഖാൽ, പിന്നീട് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അള്ളാഹിനെ കാണണമെന്നായിരിക്കും. അഥവാ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിക്കപ്പെട്ടത്, അല്ലേ? ചില മുഅ്മിനീങ്ങൾ ഖുർആനിൽ ആയത്ത് വന്നതുപോലെ മുഅ്മിനീങ്ങളെ റൂഹ് എങ്ങനെയാണ് പിടിക്കുക? അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് മുഅ്മിനോട് എന്താണ് പറയുക? ഉഖ്റുജി യാ അയ്യതുഹൻ നഫ്സു തയ്യിബ, അല്ലയോ നല്ല നഫ്സേ, നല്ല ആത്മാവേ, നീ പുറത്തേക്ക് വരിക. ഉഖ്റുജി ഇലാ റഹ്മത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അതുപോലെ തന്നെ അവൻ്റെ കാരുണ്യത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് വരിക എന്ന് മുഅ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ? ഒരിക്കലുമില്ല എന്നതാണ്. അങ്ങനെ ഒരു മുഅ്മിൻ്റെ റൂഹ് എങ്ങനെയാണ് പുറത്തേക്ക് വരിക? ഒരു കൂജയിൽ നിന്ന് നമ്മൾ വെള്ളം എങ്ങനെയാണോ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, അതുപോലെ വളരെ നല്ല രൂപത്തിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയാം, നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ഒരാൾ ജീവിക്കുന്നത്, ആ രൂപത്തിലാണ് മരണപ്പെടുക എന്നുള്ളത്. ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം ഇതൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് നടക്കുകയുള്ളൂ എന്നത്. ഒരു ഫായിദ എന്നുള്ള നിലക്ക് പറയാം. എന്തായാലും മരണപ്പെട്ടു, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഇന്നലെ എൻ്റെ ഭാര്യയുടെ വല്യപ്പ മരണപ്പെട്ടു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം? അദ്ദേഹം ളുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റഹിമഹുല്ലാഹ്. ആ ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തെ രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? അസ്വസ്ഥത തോന്നുകയാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് പുറകേക്ക് മാറി നിന്നുകൊണ്ട് അവിടെ ചാരിയിരുന്ന് കുറച്ച് പ്രയാസം അനുഭവിച്ചു. അവസാനം ആ പള്ളിയിൽ കൂടിയ ആളുകൾ പറയാണ് അദ്ദേഹം ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞുകൊണ്ട് അവിടെ ബോധരഹിതനായി വീണു എന്നത്. ആ സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നതായി കാണാം അദ്ദേഹം മരണപ്പെട്ടിരുന്നു റഹിമഹുല്ലാഹ് എന്നത്. നമ്മൾ കാണുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ രൂപത്തിലായിരുന്നു. 5 വക്ത് നിസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ, ഒരു ദിവസം പോലും തഹജ്ജുദ് നിസ്കാരം അവിടുന്ന് ഒഴിവാക്കിയിരുന്നില്ല റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവർ, നമ്മൾ കരുതേണ്ടതില്ല ഇതൊക്കെ പണ്ട് കാലത്തുള്ള അങ്ങനെയുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. നമ്മുടെ ജീവിതം എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ആയിത്തീരും എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫുകളിൽ ചിലർ അവരോട് ചോദിക്കപ്പെട്ടു, കൈഫൽ ഖുദൂമു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടുക എന്ന് ചോദിക്കുകയാണ്. ഖാല ഫഅമ്മൽ മുഅ്മിൻ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖഖുദൂമി റജുലിൽ ഗായിബി അൻ അഹ്ലിഹിൽ മുസ്താഖു ഇലാ ലിഖാഇഹി, ഇവിടെ പിന്നെ എന്താണ്, പുറനാടുകളിൽ ജീവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ധാരാളം കാലം എന്താണ് നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും 1-2 വർഷം നമ്മൾ കാണുന്നില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അവരിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അതുപോലെയായിരിക്കും റബ്ബിലേക്ക് ഒരു മുഅ്മിൻ പോകുമ്പോഴുള്ള സന്തോഷം. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലായിരിക്കും മുഅ്മിൻ്റെ സന്തോഷം. എന്നാൽ വഅമ്മൽ ഫാജിർ ഫഖഖുദൂമിൽ അബ്ദിൽ ആബിഖി മിൻ സയ്യിദിഹി അൽ ഗൽബാനു അലൈഹി, ഒരു മോശമായ ഫാജിറായ ഒരുവൻ്റെ റബ്ബിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിമയോ അവൻ്റെ സയ്യിദിനോട്, യജമാനനോട് മോശമായ രൂപത്തിൽ അവൻ ചെയ്തു തീർക്കേണ്ടതായ അമലുകളൊന്നും ചെയ്യാതെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ യജമാനനെ എങ്ങനെയാണോ കണ്ടുമുട്ടുക ആ രൂപത്തിലായിരിക്കും അള്ളാഹുവിനെ ഫാജിറുകൾ കണ്ടുമുട്ടുക എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടിയത്? അല്ലെങ്കിൽ അവിടുത്തെ അവസാനത്തെ സമയം, വഫാത്തിൻ്റെ സമയം എങ്ങനെയായിരുന്നു? അത്രയും പ്രയാസമുള്ള സമയത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ബന്ധപ്പെട്ട് കിടന്നിരുന്നത് നിസ്കാരത്തിലായിരുന്നു. അവിടുന്ന് ബോധരഹിതനായി വീഴുന്ന നേരത്തും തൊട്ടുടനെ ബോധം വരുന്ന നേരത്ത് പറയുന്ന കാര്യം എന്താണ്? അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുക? നമ്മളാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുക? ബോധം തിരിച്ചു വന്ന റസൂൽ ചോദിക്കുന്ന കാര്യം എന്താണ്? അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അവിടെ ഉണ്ടായിരുന്ന
ആളുകൾ പറഞ്ഞു ലാ ഹും യന്തദിറൂനക യാ റസൂൽ അല്ലാഹ്, അവർ കാത്തിരിക്കുകയാണ് റസൂലെ. ഇങ്ങനെ 1 2 3 4 തവണ സംഭവിക്കുമ്പോൾ റസൂൽ ഒന്നാമതായി ചോദിക്കുന്ന കാര്യം എന്താണ്? അസല്ലന്നാസ് എന്നുള്ളത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ സംഭവിക്കുമ്പോഴും എന്ത് ചെയ്യാണ്? റസൂൽ നിസ്കാരത്തിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കും, ബോധരഹിതനായി വീകും. ഈ രൂപത്തിൽ സംഭവിച്ച അവസാനം 2 സഹാബത്തിൻ്റെ തോളിൽ കൈയും വെച്ചുകൊണ്ട് സഹാബത്ത് പറയുന്നതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാല് അത് മസ്ജിദിലേക്ക് പോയതിൻ്റെ പാട് നമ്മൾ കണ്ടിരുന്നു. അഥവാ കാൽ ഇഴച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പോകുന്നത്. ഏത് സാഹചര്യത്തിൽ? ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്. റസൂലിൻ്റെ ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നത് നിസ്കാരത്തിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിസ്സലാ, നീ ഇഖാമത്ത് കൊടുക്കുക, നമുക്ക് നിസ്കാരം കൊണ്ട് റാഹത്ത് കണ്ടെത്താം. അതുപോലെ തന്നെ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ അത് നിസ്കാരത്തിലാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരമായിരുന്നു എന്ത്? അവിടുത്തെ കൺകുളിർമ, അല്ലെങ്കിൽ സൽപ്രവൃത്തിയായിരുന്നു അവിടുത്തെ കൺകുളിർമ. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാനത്തെ സമയത്ത് പുറത്തേക്ക് വരുന്ന കാര്യം എന്താണ്? നിസ്കാരം 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 എന്ന ചിന്ത. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ചില ആളുകളോട് അവസാന സമയം ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ പറയുമ്പോൾ ദിർഹം എണ്ണുകയാണ്, അവർ സ്നേഹിച്ച സ്ത്രീകളുടെ പേരുകൾ പറയുകയാണ്, സംഗീതം ആലപിക്കുകയാണ്. എന്താണ് കാരണം? അവരുടെ ജീവിതം ഈ രൂപത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഈ രൂപത്തിലായതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അവസാനത്തെ സമയത്തും അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മരണസമയത്ത് നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയ്യാതെ കിടക്കുന്ന വേളയിലും അവിടത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ്റെ കീസയിലേക്ക് നോക്കുകയാണ് മിസ്വാക്കിന് വേണ്ടി. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽപ്രവൃത്തി ചെയ്യണം. കാരണം റസൂൽ പറഞ്ഞു തന്നതുപോലെ തന്നെ എന്താണ്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ത്? മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. മർലാത്തുൽ റബ്ബ്, മത്ഹറത്തുൽ ലിൽ ഫമി വ മർലാത്തുൽ റബ്ബ്, നമ്മുടെ വായക്ക് അതെന്താണ്? അത് ശുദ്ധി നൽകുന്ന കാര്യമാണ്. അതുമാത്രമാണോ? മർലാത്തുൽ റബ്ബ്, റബ്ബിൻ്റെ എന്താണ്? നമുക്ക് തൃപ്തി ലഭിക്കുന്ന കാര്യമാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് എന്ത് ചെയ്യാണ്? റസൂലിന് അത് ചെയ്യാൻ തോന്നുകയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അവസാന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് സൽപ്രവർത്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനം അവിടുന്ന് എന്തു പറഞ്ഞാണ് പോകുന്നത്? അല്ലാഹുമ്മ റഫീഖൽ അലാ, അള്ളാഹുവെ ഉന്നതരായ കൂട്ടുകാരുടെ അടുക്കലേക്ക്, അഥവാ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ഒക്കെ ഏറ്റവും നല്ലവരായ ആളുകളുടെ കൂടെ റസൂലുള്ളാഹി അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മലായിക്കത്തുകളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി അവിടുത്തെ നല്ല ജീവിതം നയിച്ചതുകൊണ്ട് സാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ രൂപത്തിലാണ് നബിമാരുടെ മരണസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ പിന്നീട് ദുനിയാവിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് വളരെ ഗൈറത്തുള്ള മനുഷ്യനായിരുന്നു അലൈഹി സ്വലാത്തു വസ്സലാം, അഥവാ ഭാര്യയുടെ വിഷയത്തിൽ അങ്ങേയറ്റം ഗൈറത്തുള്ള ആത്മരോഷമുള്ള വ്യക്തിത്വമായിരുന്നു. അവിടുന്ന് പുറത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ വീട് നല്ല രൂപത്തിൽ കൊട്ടി അടച്ച് ആരും ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന രൂപത്തിൽ ഉറപ്പ് വരുത്തിക്കൊണ്ടായിരുന്നു പുറത്തേക്ക് പോകാറുള്ളത്. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒരാളെ കാണുകയാണ്. അവിടുന്ന് കോപിച്ചുകൊണ്ട് ഭാര്യയോട് ചോദിച്ചു, നമ്മളെ വഷളാക്കുകയാണോ? ഇങ്ങനെയുള്ള രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വഷളാക്കുകയാണോ? ഭാര്യയാണെങ്കിൽ പേടിച്ചിട്ടാണുള്ളത്. അദ്ദേഹം വീടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു, മൻ അൻത്, ആരാണ് നീ? അപ്പോൾ ആ ഉള്ളിലുള്ള വ്യക്തി കൊടുത്ത ഉത്തരം എന്താണ്? അനല്ലദീ ലാ അഹാബുൽ മുലൂക്ക്, ഞാനെന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു രാജാവിനും പേടിയില്ല, ഒരു രാജാവിനും എനിക്കെന്തില്ല? പേടിയില്ല. വലാ യംതനിഉ മിന്നി ഷൈഉൻ, ഒരാൾക്കും എന്നെ തടയാനും സാധിക്കുകയില്ല. എന്താണ് പറഞ്ഞത്? ഒരു രാജാവിനും എനിക്ക് പേടിയില്ല, ഒരാൾക്കും എന്നെ തടയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി എന്താണ്? അൻച വല്ലാഹി ഇദൻ മലക്കുൽ മൗത്ത്, ആരാണ് വന്നിരിക്കുന്നത്? മലക്കുൽ മൗത്താണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉത്തരം എന്താണ്, അല്ലെങ്കിൽ മറുപടി എന്താണ്? മർഹബൻ ബി അംരില്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ കൽപ്പനക്ക് സ്വാഗതം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളാണിങ്ങനെ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞേനെ? റബ്ബേ, അല്ലെങ്കിൽ അഫൻ മലക്കുൽ മൗത്ത്, എനിക്ക് എൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാനുണ്ട്, ഞാൻ കണ്ട കുറേ കാര്യങ്ങളുടേത്.
ഇന്ന ആളുകളോട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്, അവരോട് പൊരുത്തം ചോദിക്കാനുണ്ട്. ഇന്ന ആളുകൾക്ക് ഞാൻ ഇത്ര സമ്പത്ത് വെച്ച് കൊടുക്കാനുണ്ട്, ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് എന്നെ ഒന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട വന്നേനെ. പക്ഷേ സഹോദരങ്ങളെ, ഇതിപ്പോൾ നമുക്ക് തോന്നിയേക്കാം അള്ളാഹുവിൻ്റെ നബിയല്ലേ എന്നുള്ളത്. ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ല അദ്ദേഹത്തോട് ഇന്നക തമൂത്ത് ഗദൻ, അല്ലെങ്കിൽ ഇന്നക തമൂത്തു, നീ തൊട്ടുടനത്തെ സമയത്ത് തന്നെ മരിക്കും എന്ന് അദ്ദേഹത്തോട് ഹമ്മാദ് ബിൻ സലമയോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അമലിൽ നിന്നൊന്നും കൂട്ടാനില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കുക. അഥവാ നീ ഇതാ ഈ സമയത്ത് മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അമലിൽ നിന്നൊന്നും കൂട്ടാനില്ല. നമ്മളാണെങ്കിലോ 2 റക്അത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇന്ന ആളുകളോട് പൊരുത്തം ചോദിക്കാനുണ്ട്, ഇങ്ങനെ കുറേ ലിസ്റ്റ് നിരത്തേണ്ടി വന്നേനെ. വല്ല കാര്യമുണ്ടോ? നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് സമയം ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സംഭവം സമാനമായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ അദ്ദേഹത്തിന് നമുക്കറിയാം സറത്താൻ, ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് റഹിമഹുല്ല. ആ സമയത്ത് എന്താണ് അദ്ദേഹത്തോട് അവിടെയുള്ള ഡോക്ടേഴ്സ് പറയണത്, നിങ്ങൾ താടി വടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കീമോ ചെയ്ത് കഴിഞ്ഞാൽ രോമങ്ങൾ അതില്ലാതെയാകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ചികിത്സ അത് നിഷേധിക്കുകയാണ്. അദ്ദേഹത്തോട് അവിടെയുള്ള ഡോക്ടേഴ്സ് പറയണത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ മരണപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? മർഹബൻ ബിൽ മൗത്ത്, മരണത്തിന് സ്വാഗതം. ഈ രൂപത്തിൽ ഇവർക്കൊക്കെ മറുപടി പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ പ്രവൃത്തികൾ അത്രയും കൂടുതലായി ഉണ്ടായിരുന്നു. ഇതൊന്നും അവരുടെ ഉജുബല്ല, മറിച്ച് ഹുസ്നുൽ ളന്നി ബില്ലാ, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരമാണത്. അതല്ലാതെ ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് മരണം, അങ്ങനെയല്ല. മറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള അവരുടെ നല്ല വിചാരമായിരുന്നു അത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സലഫുകളിൽ പലരെയും നമുക്ക് കാണാൻ സാധിക്കും സുജൂദിലായി മരണപ്പെട്ട ആളുകളെ. സുജൂദിലായിരിക്കവേ മരണപ്പെട്ട ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഹാബി അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മകൾ സ്വപ്നം കാണുകയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മകൾ പേടിച്ചുകൊണ്ട് ഉമ്മയോട് ചോദിച്ചു, ഉപ്പ എവിടെ? അപ്പോൾ അവിടുത്തെ ഉമ്മ പറഞ്ഞു, അവർ നിസ്കരിക്കുകയാണ്, നേരത്തെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, നിസ്കാരത്തിലാണെന്ന് പറയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഉപ്പയെ നോക്കുമ്പോൾ ഉപ്പ ദീർഘനേരം സുജൂദ് ചെയ്യുകയാണ്. മകൾ കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഉപ്പാക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന രൂപത്തിൽ കുറച്ച് സമയം അവിടെ കാത്തു നിന്നപ്പോഴും സുജൂദിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? ഉയരുന്നില്ല. സുജൂദിൽ നിന്ന് അദ്ദേഹം ഉയരുന്നതായി നമുക്ക് കാണാൻ, അല്ലെങ്കിൽ അവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യാണ്? അബൂ സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ അദ്ദേഹം ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുകയാണ് റളിയല്ലാഹു അൻഹു. സുജൂദിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഈ രൂപത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹവും സുജൂദിൽ കിടന്നിട്ടാണ് മരണപ്പെടുന്നത്. ഒരു ചോദ്യം, എന്താണ് അബൂ ഹനീഫയുടെ യഥാർത്ഥ പേര്? അബൂ ഹനീഫ ആർക്കാണ് അറിയുന്നത്? അബൂ ഹനീഫയുടെ പേരെന്താ? പോട്ടെ, ആരാ? അഹ്സൻത, അല്ലാഹു മുബാരിക്. നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി അല്ലേ? അബൂ ഹനീഫത്ത നുഅ്മാൻ ഇബ്നു സാബിത്ത്. നമ്മൾ ഷാഫിഈ മദ്ഹബ് ധാരാളമുള്ള നാട്ടിലല്ല ജീവിക്കുന്നത്. ഇമാം ഷാഫിഈയുടെ പേരെന്താ? മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷാഫിഈ. പിന്നെ ആരാണ് ബാക്കിയുള്ളത്? മാലിക്, എന്താ പേര്? ഇമാം മാലിക് ബിൻ അനസ്. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹു അജ്മഈൻ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അവിടുന്ന് മരണപ്പെടുന്നത് സുജൂദിലായിക്കൊണ്ടാണ്. അതുപോലെ തന്നെ മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹവും മരണപ്പെടുന്നത് ഈ രൂപത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മരണം? അവിടുന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം, അവിടുന്ന് ധാരാളം സമയം മസ്ജൂനായിരുന്നു, അഥവാ ജയിലിൽ അടക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിൻ്റെ ജീവിതം സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ യുവാക്കൾക്ക് വളരെയധികം ഒരു ഉന്മേഷമുണ്ടാകും. പ്രത്യേകിച്ച് ദഅവത്തിൻ്റെ മേഖലയിൽ അള്ളാഹിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നമുക്ക് വളരെ ഊർജ്ജം നൽകുന്ന ഒരു ചരിത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടേത്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പേന കൊണ്ടുള്ള ജിഹാദായിരുന്നു. അഥവാ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല
ബിദഅത്തുകാരെയും അദ്ദേഹം പേന കൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ അദ്ദേഹം ശാരീരികമായി ജിഹാദ് ചെയ്ത മനുഷ്യനാണ്. എത്രത്തോളം ഭീരുവായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ താർത്താരികളുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഷിമാഗ് ഉണ്ടല്ലോ അറബികൾ ധരിക്കുന്നത്, അതൊന്ന് മുറുകെ കെട്ടിക്കൊണ്ട് അവരുടെ ശിഷ്യന്മാരോട് ചോദിക്കുമെന്നാണ്, ഈ ശത്രുക്കൾ ധാരാളമായി വരുന്ന സ്ഥലം എവിടെയാണ്, അഥവാ ഏത് ഭാഗത്ത് നിന്നാണ് ശത്രുക്കൾ കൂട്ടം കൂട്ടമായി വരിക, ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകും. സുബ്ഹാനല്ലാഹ്, ഭീരുവല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിലോ നേതാക്കന്മാർ അണികളെ വിടും, എന്നിട്ട് അണികളാണ് അടിയുള്ളത്, എന്നിട്ട് നേതാവ് എ സിയിലിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചോദിക്കാണ് ഏത് ഭാഗത്തു നിന്നാണ് ആളുകൾ കൂട്ടം കൂട്ടായി വരും, എന്നിട്ട് ആ ഭാഗത്ത് പോയി ശക്തമായി യുദ്ധം ചെയ്യും. ഇത് മാത്രമാണോ അദ്ദേഹം? സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആമലുകളെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നതായി നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അത് നമുക്ക് തീരുകയില്ല അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് അവിടുത്തെ മരണം? ഇതുപോലെ മരിക്കുന്ന നേരത്ത് ജയിലിലാണുള്ളത്. അദ്ദേഹം ധാരാളമായി ഖുർആൻ ഇങ്ങനെ ഖത്തം ഓതി തീർത്ത് അവസാനം ഈ ആയത്തിലേക്ക് എത്തുകയാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വനഹർ, തീർച്ചയായും മുത്തഖീങ്ങൾ അവർ അള്ളാഹുവിൻ്റെ തോട്ടങ്ങളിലും അതുപോലെ തന്നെ അവിടുത്തെ അരുവുകളിലുമായിരിക്കും. ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധന്മാരായ ആളുകളുടെ ഇരിപ്പിടത്തിൽ അവരുണ്ടാകുമെന്ന ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം എന്ത് ചെയ്യാണ്? മരണപ്പെടുകയാണ്. ഇവരുടെ ജീവിതം അവർ ജീവിച്ചു കൂട്ടിയത് ഏത് രൂപത്തിലാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. എങ്കിൽ ഇൻഷാ അള്ളാഹ് സത്യസന്ധതയുള്ള ആളുകൾക്ക് ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിൻ്റെ അടുക്കൽ യാത്ര ചെയ്യാൻ സാധിക്കും. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ, എത്ര രാത്രികൾ നമുക്ക് കഴിഞ്ഞുപോയി രാത്രി നിസ്കാരമില്ലാതെ, എത്രയോ സുന്നത്ത് നോമ്പുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി, എത്രയോ ദിവസങ്ങൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാതെ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. നമുക്ക് റമളാനിൽ ഇതൊക്കെ സാധിക്കുന്നുണ്ട്. അള്ളാഹു തെളിയിക്കുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് പോലെ. നിനക്കിത് സാധിക്കുമെന്നുള്ളത് അള്ളാഹു നമുക്ക് കാണിച്ചു തരികയാണ്. ബാക്കിയുള്ള ഈ ഒരു മാസം നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ബാക്കിയുള്ള 11 മാസം നിനക്കിതിന് സാധിക്കുമെന്ന് അള്ളാഹു തെളിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിക്ർ ചെല്ലുക എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് അലംഭാവമാണ്. ഈ പ്രത്യേകിച്ച് നമുക്ക് കിടക്കുന്ന നേരത്തും ഇരിക്കുന്ന നേരത്തും ഏത് നേരത്തും എന്ത് ചെയ്യുക, നമുക്ക് അദ്കാറുകൾ പറയാം. അതിന് വുളൂഇൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാലേ പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എന്നിട്ട് പോലും അദ്കാറിൻ്റെ വിഷയത്തിൽ നമ്മളുടെ അലംഭാവം ഇത്രത്തോളമാണ് എങ്കിൽ മരിക്കാൻ പോകുന്ന വേളയിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എളുപ്പത്തിൽ അങ്ങ് ഉച്ചരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ആരോഗ്യ നേരത്തെ നമുക്ക് ഇങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? ഇന്നലിൽ മൗത്തി ലസക്കറാത്ത്, തീർച്ചയായും മരണത്തിന് വല്ലാത്തൊരു വേദനയാണ്. ആ സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ 2:30 സമയമായിട്ടും നമുക്ക് നമ്മുടെ വായിൽ നിന്ന് ഒരു അദ്കാർ പോലും പുറത്തേക്ക് വരുന്നില്ല ഈ ഊർജ്ജമുള്ള സമയത്ത്. അപ്പോഴാണോ മരണസമയത്ത്, ഈ വേദനയുടെ സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എളുപ്പത്തിൽ ഉച്ചരിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇനിയും ധാരാളം നമുക്ക് പറയാനുണ്ട്. പറഞ്ഞതിൻ്റെ ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരായി ഇവിടെ ജീവിക്കുന്നുണ്ടോ, നമുക്കൊരു മരണം വരാനുണ്ട്. ആ മരണത്തിന് ശേഷം എല്ലാ നീതിയും നടപ്പാക്കപ്പെടുന്ന ഒരു ദിവസവും നമുക്ക് മുന്നിൽ വരാനുണ്ട്. എല്ലാ നീതിയും എത്രത്തോളം? ഒരു കൊമ്പില്ലാത്ത ആടിനെ ഒരു കൊമ്പുള്ള ആട് കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവരെ നാളെന്ത് ചെയ്യും? തീരുമാനമാക്കും. ഈ കൊമ്പില്ലാത്ത ആടിന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? കൊമ്പ് കൊടുക്കും. എന്നിട്ട് ഈ കൊമ്പ് ഉള്ള ആടിനെ കുത്തി കൊല്ലാൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുക്കും. ഈ രൂപത്തിൽ നാൽക്കാലികളിൽ പോലും നീതി നടപ്പാക്കപ്പെടുന്ന ദിവസം അള്ളാഹു പറഞ്ഞതുപോലെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തിൽ നിങ്ങൾ ഭയപ്പെടണം. അതിനു മുൻപ് നമ്മൾ നേരെയാക്കേണ്ട കാര്യമാണ് സഹോദരങ്ങൾ ഇത്രയും വിശദീകരിച്ചത്. അഥവാ അള്ളാഹുവിന് വേണ്ടി ആരാണോ ജീവിക്കുന്നത്, കാന മമാതുഹു ലില്ലാഹ്, അവൻ്റെ മരണവും ആർക്ക് വേണ്ടിയാകും? അത് അള്ളാഹുവിന് വേണ്ടിയാകും. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്താണ്? ഈ രൂപത്തിൽ അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് എളുപ്പമാണ് സഹോദരങ്ങളെ. സൂചിപ്പിച്ചതുപോലെ നമ്മളോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ വളരെ വിരളം മാത്രമാണ്. അതുപോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗമാണോ? എങ്ങനെയെങ്കിലും നമുക്കതെങ്ങനെ ലഭിക്കാനാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പറഞ്ഞതുപോലെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഈ റമളാനിൽ നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മരണം വരെയും ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.